Chapter 5 Work, Energy and Power. What is work? ഇതൊരു ഒബ്ജക്റ്റ് ആണെന്നിരിക്കട്ടെ. നമ്മളിങ്ങനെ ഈ ഒബ്ജക്റ്റിനെ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ആണോ, ഒബ്ജക്റ്റിലൊരു ഫോഴ്സ് അപ്ലൈ ആണ്. ഒബ്ജക്റ്റിനെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് എസ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തെങ്കിൽ വർക്ക് ഈസ് എഫ് ഇൻറ്റു എസ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് മൂവ് ചെയ്യണം, ഡിസ്പ്ലേസ് ചെയ്യണം. ഇത് നമ്മൾ ഒരു വലിയ ഒരു വെയിറ്റുള്ള ഒരു ഒബ്ജക്റ്റാണ്, നമ്മളിതിനെ തള്ളുകയാണ്, ഇതിനെ പുഷ് ചെയ്യുകയാണ്. പക്ഷേ ഇത് അനങ്ങുന്നില്ല. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, പക്ഷേ ഇത് അനങ്ങുന്നില്ല, ഇതിന് മൂവ്മെൻ്റ് ഒന്നുമില്ല, ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല, ഡയറക്ഷൻ ഓഫ് ഫോഴ്സിൽ ഡിസ്പ്ലേസ്മെൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഫോഴ്സ് ചെയ്തിട്ടില്ല എന്ന് പറയും, വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയും. വർക്ക് ചെയ്യണമെങ്കിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യണം, എങ്കിൽ മാത്രമേ വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഈസ് സെഡ് ടു ബി ഡൺ ഇഫ് ദി പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് എ ഫോഴ്സ് ഈസ് ഡിസ്പ്ലേസ്ഡ്. വർക്ക് ചെയ്തു എന്ന് പറയണമെങ്കിൽ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഓഫ് ഫോഴ്സിൻ്റെ പോയിൻ്റ് ഓഫ് ആപ്ലിക്കേഷൻ, ഏത് പോയിൻ്റാണ് ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഈസ് ഡിസ്പ്ലേസ്, അത് ഡിസ്പ്ലേസ് ചെയ്യണം. വർക്ക് ഈസ് മെഷേർഡ് ആസ് ദി പ്രൊഡക്റ്റ് ഓഫ് ദി component of force in the direction of displacement and the magnitude of displacement. Work is force into displacement. Let an object of mass m മാസുള്ള ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ഇങ്ങോട്ടേക്ക് ഇതിന് ഫോഴ്സ് അപ്ലൈ ചെയ്തു, അപ്പോൾ ഇത് മൂവ് ചെയ്യും. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണെന്നിരിക്കട്ടെ, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണെന്നിരിക്കട്ടെ, ഇതാണ് ദിസ് ഈസ് ഫോഴ്സ്. ഇങ്ങനെ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ എന്താണ്? 2 കമ്പോണൻസ് ഉണ്ടാവും അല്ലേ? ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഫ് കോസ് തീറ്റ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഫ് സൈൻ തീറ്റ. വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഫ് സൈൻ തീറ്റ. ഇത് വൈ, ദിസ് ഈസ് എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഉണ്ടാവും. ഈ എഫ് കോസ് തീറ്റയുടെ ഡയറക്ഷനിലാണ് ഇത് മൂവ് ചെയ്യുക എന്ന് വിചാരിക്കുക. ഡിസ്പ്ലേസ്മെൻറ്റ് എഫ് കോസ് തീറ്റയുടെ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദെൻ വർക്ക് ഈസ് എഫ് കോസ് തീറ്റ ഇൻറ്റു എസ്, ദാറ്റ് ഈസ് എഫ് എസ് കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്ന ആംഗിളിലാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ എഫ് എസ് കോസ് തീറ്റ ഇൻറ്റു എഫ് എസ് കോസ് തീറ്റ ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഈ വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ട് ഈസ് ദി യൂണിറ്റ് ഓഫ് വർക്ക്? ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണല്ലേ, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയോ മീറ്ററാണ് അല്ലേ? വർക്കിൻ്റെ യൂണിറ്റ് എന്താണ്? എസ് ഐ യൂണിറ്റ് ജൂളാണ്. വർക്കിൻ്റെ എസ് ഐ യൂണിറ്റ് ജൂളാണ്. What is 1 joule? It is the work done. It is the work done when a force of 1 Newton, displays its point of application. Through 1 meter. In its direction. യൂണിറ്റ് ഓഫ് വർക്ക് എന്താണ്? എസ് ഐ യൂണിറ്റ് ജൂളാണ്. ജെ. It is the work done when a force of 1 Newton displaces its point of application through 1 meter. ഒബ്ജക്റ്റിൽ 1 Newton ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അത് 1 meter അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ വർക്ക് ഡൺ
എന്താണ് 1 ജൂളാണെന്ന് പറയാം. ഇനി സി ജി എസ് സിസ്റ്റത്തിൽ ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏർഗാണ്. 1 erg എന്ന് പറയുന്നത് 1 erg ഈക്വൽസ് 1 ഡൈൻ. 1 ഡൈൻ ഇൻറ്റു 1 സെൻറ്റിമീറ്റർ. ഡൈൻ ഫോഴ്സിൻ്റെ യൂണിറ്റ് ആണെന്ന് അറിയാം അല്ലേ. 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ ergs ആണ്. അപ്പോൾ 1 ജൂൾ എന്ന് പറയുന്നത് 10⁻⁷ ergs ആണ്. ഇനി വർക്കിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഡയമെൻഷൻ നമുക്ക് നോക്കാം. ഡയമെൻഷൻ, we know that work is force into displacement അല്ലെ. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണ്? ml/2 ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻറ്റു എൽ. ദെൻ ഡയമെൻഷൻ ഓഫ് വർക്ക് ഈസ് ml²T⁻². This is the dimensions of work. Now, what is zero work? Zero work എന്ന് പറയുന്നത് വർക്ക് ചെയ്തിട്ടില്ല. സീറോ വർക്ക് ചെയ്യാനുള്ള 2 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് സീറോ. ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആണ്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, ബട്ട് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് സീറോ. ഫോഴ്സ് അപ്ലൈ ചെയ്തു, F/S ആണല്ലോ വർക്ക്. ഫോഴ്സ് അപ്ലൈ ചെയ്തു, ബട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് സീറോ. ദെൻ വർക്ക് ഈസ് ഓൾസോ സീറോ. ഇപ്പോൾ വർക്ക് ഡൺ ബൈ എ പേഴ്സൺ പുഷിങ് അഗനിസ്റ്റ് എ റിജിഡ് വാൾ. റിജിഡ് വാൾ ഒരു ആളിങ്ങനെ പുഷ് ചെയ്യാണ്. പുഷ് ചെയ്യുമ്പോൾ വോള് ഡിസ്പ്ലേസ് ചെയ്യാത്തതുകൊണ്ട് എന്താണ്? അതിന് മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് സീറോ വർക്ക് എന്ന് പറയാം. ഇനി ഈ വെയ്റ്റ് ലിഫ്റ്റർ ഡസ് വർക്ക് ഇൻ ലിഫ്റ്റിംഗ് ദി വെയ്റ്റ് ഓഫ് ദി ഗ്രൗണ്ട്. ഹീ ഡസ് നോ വർക്ക് ഇൻ ഹോൾഡിങ് ഇറ്റ് അപ്പ്. ഒരു വെയ്റ്റ് ലിഫ്റ്റർ ഒരു വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ വർക്ക് ചെയ്തു. ലിഫ്റ്റ് ചെയ്തിട്ടിങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. ആ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ വർക്കൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണ്? വെയിറ്റ് അയാൾ ലിഫ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ മൂവ്മെൻ്റ് ഒന്നും ഇല്ല. ഇപ്പോൾ വർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയും. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. The angle between the direction of force and displacement is 90 degree. നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് Fs cos θ ആണ്. cos 90 എന്ന് പറയുമ്പോൾ എന്താണ്? സീറോ ആണ്. ദെൻ വർക്ക് ഡൺ ഈസ് സീറോ. വർക്ക് ഈസ് Fs cos θ ആണ്. cos 90 എന്ന് പറയുന്നത് സീറോ ആണ്. ദെൻ ഹോൾ ടേം സീറോ ആയിപ്പോവും. അപ്പം എങ്ങനെയാണ് 90 ഡിഗ്രിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുക, ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാകുക? ഒരാളൊരു വെയിറ്റും വെച്ചുകൊണ്ട്, വെയിറ്റ് ഇങ്ങനെ തലയിൽ വെച്ചുകൊണ്ട്, ഇത് വെയിറ്റ് വെച്ചുകൊണ്ട് ഒരാൾ വോക്ക് ചെയ്യുകയാണ്, നടന്നു പോവുകയാണ് അല്ലേ. അയാൾ വെയിറ്റിന് ചെയ്യുന്ന വർക്ക് ഇങ്ങോട്ടാണ് അല്ലേ. വെയിറ്റിന് ചെയ്യുന്ന വർക്ക് ഇങ്ങോട്ടാണ് വെയിറ്റിന്. പക്ഷേ വെയിറ്റ് മൂവ് ചെയ്യുന്നതോ ഇങ്ങോട്ടേക്കാണ്. ഇപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. തീറ്റ 90 ഡിഗ്രി ആവും. വർക്ക് ഡൺ എന്ന് പറയുന്നത് സീറോ ആണെന്ന് പറയാം. മനസ്സിലായില്ലേ? The weightlifter carrying the weight above his head while walking horizontally. ഒരു വെയ്റ്റ് ലിഫ്റ്റർ എന്താണ്? തലയിൽ വെയിറ്റും വെച്ചുകൊണ്ട് ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യാണ്. ഡസ് നോട്ട് ഡു എനി വർക്ക്. അയാൾ വർക്കൊന്നും ചെയ്യുന്നില്ല. വൈ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഡസ് നോട്ട് ഡു എനി വർക്ക് വെൻ എർത്ത് റിവോൾവ്സ് റൗണ്ട് ദി സൺ. ഇനി എർത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്യുകയാണല്ലോ, റിവോൾവ്സ് റൗണ്ട് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വർക്കൊന്നും
ചെയ്യുന്നില്ല. എറൗണ്ട് സണ്ണിന് എറൗണ്ടായിട്ട് റിവോൾവ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറയാം. സെൻറ്ററിലോട്ടാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അട്രാക്റ്റ് ചെയ്യുന്നത്, പക്ഷേ ഈ എർത്ത് മൂവ് ചെയ്യുന്നത് പെർപെൻഡിക്കുലറായിട്ടാണ്. അപ്പോൾ ഇനി വർക്ക് ഡൺ ബൈ എ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈസ് 0 ആസ് ദി ആംഗിൾ ബിറ്റ്വീൻ എഫ് ആൻഡ് എസ് ഈസ് 90 ഡിഗ്രി. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഇങ്ങനെ റിവോൾവ് റൗണ്ട് ചെയ്യില്ല, ഇങ്ങനെ കറങ്ങുകയില്ലേ, കറങ്ങുമ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് 0 ആണ്. കാരണം എന്താണ്? ഫോഴ്സും ഡിസ്റ്റൻസും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലറായിട്ടാണ് ആ ബോഡി മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ പെർപെൻഡിക്കുലറായിട്ടാണ് ആ ബോഡി മൂവ് ചെയ്യുന്നത് എങ്കിൽ എന്താണ്? വർക്ക് ഡൺ ഈസ് 0 എന്ന് പറയാം. വർക്ക് ഡൺ ഈസ് 0 എന്ന് പറയാം. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വർക്ക്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് വർക്ക്. വർക്ക് ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ് according to as theta is acute or obtuse. Positive work means that the force or its component is in the same direction as displacement. ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഡയറക്ഷനിൽ തന്നെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായാൽ പോസിറ്റീവ് വർക്ക് ഡൺ എന്ന് പറയാം. എന്നാൽ നെഗറ്റീവ് വർക്ക് ചെയ്യുന്ന എപ്പോഴാണ്? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് നെഗറ്റീവ് വർക്ക് എന്ന് പറയാം. വെൻ എ പേഴ്സൺ ലിഫ്റ്റ്സ് എ ബോഡി ഫ്രം ദി ഗ്രൗണ്ട്. ഒരു പേഴ്സൺ ഗ്രൗണ്ടിൽ നിന്നൊരു ബോഡി ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാണ്. ദി വർക്ക് ഡൺ ബൈ ദി ലിഫ്റ്റിംഗ് ഫോഴ്സ് ഈസ് പോസിറ്റീവ്. ലിഫ്റ്റ് ചെയ്യുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് പോസിറ്റീവാണ്. ലിഫ്റ്റ് ചെയ്യുന്ന മുകളിലോട്ടാണത്, അപ്വാർഡാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തത്, അപ്പോൾ അപ്വാർഡ് തന്നെയാണ് മൂവ്മെൻറ്റ്. അപ്പോൾ എന്താണ്? അതിൻ്റെ വർക്ക് ഡൺ എന്ന് പറയുന്നത് പോസിറ്റീവാണ് അല്ലേ? വൈൽ വർക്ക് ഡൺ ബൈ ദി ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി. ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റി എന്നാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇങ്ങോട്ടാണ്, പക്ഷേ ഇത് ഇയാൾ പൊക്കുമ്പോൾ മുകളിലോട്ടാണ് എന്ത് പോകുന്നത്? ഈ ബോഡിയുടെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഒരാളൊരു ബോഡി ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഒരു റഫ് സർഫസിൽ കൂടെ ഒരു ബോഡി നമ്മൾ പുള്ള് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. ഫ്രിക്ഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിന് നേരെ ഓപ്പോസിറ്റാണ് ആ ബോഡിക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. ഇപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. പിന്നെ ബോഡി ഈസ് പുൾഡ് അലോങ് എ റഫ് സർഫസ്, ദി വർക്ക് ഡൺ ബൈ ദി പുള്ളിംഗ് ഫോഴ്സ് ഈസ് പോസിറ്റീവ്, വൈൽ ദി വർക്ക് ഡൺ ബൈ ദി ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് നെഗറ്റീവ്. പുള്ളിംഗ് ഫോഴ്സിൻ്റെ, നമ്മളിത് പുള്ള് ചെയ്യുകയാണെങ്കിൽ പുള്ളിംഗ് ഫോഴ്സിൻ്റെ സെയിം ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ആ വർക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. പുള്ളിംഗ് ഫോഴ്സ് ചെയ്യുന്ന വർക്ക് പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ ഫ്രിക്ഷണൽ ഫോഴ്സ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. വൈ? ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ആ ബോഡിക്ക് മൂവ്മെൻ്റ് എന്ന് പറയും. ഇനി പെർപെൻഡിക്കുലറായിട്ട് ആണ് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ ഫോഴ്സ് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലറായിട്ടാണ് മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ W=Fs ആണ്. Fs കോസ് തീറ്റയാണ്. തീറ്റ ഈസ് 90 ഡിഗ്രിയാണ് പെർപെൻഡിക്കുലറായി മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ. കോസ് തീറ്റ ഈക്വൽ 0 ആയതുകൊണ്ട് Fs കോസ് തീറ്റ 0 ആവുന്നു. വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആണെന്ന് പറയും. ഇതാണ് വർക്ക് ഡൺ. 0 ആണോ, നെഗറ്റീവ് ആണോ, പോസിറ്റീവ് ആണോ എന്നൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ഇങ്ങനെ പറയാം. ഇനി വർക്ക് ഡൺ ബൈ എ കോൺസ്റ്റൻറ്റ് ഫോഴ്സ്. ഗ്രാഫിക്കൽ മെത്തേഡിൽ നമുക്ക് നോക്കാം. ഇതൊരു ഗ്രാഫാണ്. മൂവ്മെൻറ്റ് എക്സ് ഇങ്ങോട്ടാണ്, മൂവ്മെൻറ്റ് എക്സ് ഡയറക്ഷനിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് വൈ ഡയറക്ഷനിലും ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഇത്രയും മൂവ് ചെയ്തു, ABOC. വർക്ക് ഡൺ എന്ന് പറയുന്നത് ഈ F×S ആണ്. F എന്ന് പറയുന്നത് എന്താണ്? OA. S എന്ന് പറയുന്ന മൂവ്മെൻറ്റ് OC. OA×OC എന്ന് പറയുന്നത് ഏരിയ അല്ലേ? ഏരിയ ഓഫ് ദി റെക്റ്റാങ്കിൾ OABC ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഇനി വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ്.
ഒരു പാർട്ടിക്കിൾ ഓയിൽ നിന്ന് എയിലോട്ട് മൂവ് ചെയ്യുന്നു, ഓയിൽ നിന്ന് എയിലോട്ട് മൂവ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്നു എന്നിരിക്കട്ടെ. എ പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഫ്രം എ ടു ബി അണ്ടർ ദി ആക്ഷൻ ഓഫ് എ വേരിയബിൾ ഫോഴ്സ്. ഒരു വേരിയബിൾ ഫോഴ്സിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഫോഴ്സ് ഇങ്ങോട്ടാണ്, വേരിയബിൾ ഫോഴ്സ് ഇത് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു സ്മോൾ ഡിസ്റ്റൻസ് എടുക്കാം, ഡി എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് എടുക്കാം. ഡി എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് മൂവ് ചെയ്യാൻ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡി ഡബ്ല്യു എന്ന് പറയുന്നതാണ് ഒരു ഡി എക്സ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എഫ് ആണെങ്കിൽ വർക്ക് ഡൺ, ആ സ്മോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് ഇൻറ്റു ഡി എക്സ് ആയിരിക്കും. ഫോഴ്സ് ഇൻറ്റു ആ സ്മോൾ ഡിസ്റ്റൻസ് ആയിരിക്കും. ഇങ്ങനെ സ്മോൾ ഡിസ്റ്റൻസുകൾ ചേരുമ്പോഴാണ് എ ടു ബി വരുന്നത് അല്ലേ. ഇതുപോലെ ചെറിയ ചെറിയ ഡി എക്സ് ഡിസ്റ്റൻസ് എല്ലാം കൂടി നമ്മൾ ഒന്നിച്ചെടുക്കുമ്പോൾ എ ടു ബി വരും. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ടു മൂവ് ഫ്രം എ എക്സ് വൺ ആണെന്നിരിക്കട്ടെ, ബി എക്സ് ടു ആണെന്നിരിക്കട്ടെ, എക്സ് വൺ ടു എക്സ് ടു, എക്സ് വണ്ണിൽ നിന്ന് എക്സ് ടുവിൽ മൂവ് ചെയ്യണമെങ്കിൽ ഇതുപോലെ എഫ് ഡി എക്സ് എന്ന് പറയുന്ന ചെറിയ ചെറിയ വർക്ക് ഡൺ എല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇൻറ്റഗ്രൽ ഓഫ് എക്സ് വൺ എക്സ് ടു എഫ് ഇൻറ്റു ഡി എക്സ് ആണ് വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് എന്ന് നമുക്ക് പറയാം. വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയാം. നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡിൽ കാണിച്ചാൽ ഇതാണ് ഒ, എക്സ് ഇതിൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടാണ്, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഇങ്ങോട്ടാണ്. ഇപ്പോൾ എക്സ് വണ്ണിൽ നിന്ന് മൂവ് ചെയ്ത് ഇത് എക്സ് ടു വരെ എത്തണം, എക്സ് വണ്ണിൽ നിന്ന് മൂവ് ചെയ്ത് എക്സ് ടു വരെ എത്തണം. ഇപ്പോൾ എക്സ് വൺ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന പൊസിഷനാണ്, ഇത് ബി എന്ന് പറയുന്ന പൊസിഷനാണ് എക്സ് ടു. അതിങ്ങനെ വേരിയബിൾ ഫോഴ്സ് ആണ്ട് ഇങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ എത്തിയെന്നിരിക്കട്ടെ. ഈ ഒരു സ്മോൾ ഡിസ്റ്റൻസ് നമ്മൾ ഡെൽറ്റ എക്സ് എടുക്കാം, നോക്കി എഫ് എക്സ് ആണ് ഇതിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത്, എക്സ് ആണ് ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. എക്സ് വണ്ണിൽ ഇത് എ എന്ന് പറയുന്ന പൊസിഷൻ ഇനിഷ്യൽ പൊസിഷൻ എക്സ് വൺ എന്ന് എടുക്കാം, ബി എന്ന് പറയുന്ന പൊസിഷൻ ഇത് ഫൈനൽ പൊസിഷൻ എക്സ് ടു എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു ഡി എക്സ് എന്ന് പറയുന്ന ഒരു കുറച്ച് ചെറിയൊരു ഡിസ്റ്റൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിന് എ എന്നും ഡി എന്നും പറയാം, ഇതിന് സി എന്ന് പറയുന്നത് ബി എന്നും പറയാം. ഈ സ്മോൾ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ആ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ആയിരിക്കും. എഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ആയിരിക്കും. ഇതുപോലെ സ്മോൾ സ്ട്രിപ്സ് എല്ലാം കൂടി ചേരുമ്പോഴാണ് എ ടു ബി ആവുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് സിഗ്മ ഓഫ് എഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ സിഗ്മ ഓഫ് എഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ എക്സ് ആയിരിക്കും. എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ എക്സ് വൺ എ ബി എക്സ് ടു ആയിരിക്കും. ഏരിയ എക്സ് വൺ എ ബി എക്സ് ടു ആയിരിക്കും. ഈ ടോട്ടൽ ഇത്രയും ഏരിയ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ് വേരിയബിൾ ഫോഴ്സ് കൊണ്ട് ചെയ്ത വർക്ക് ഡൺ കാണാം. അത്രയും പോർഷൻ്റെ ഏരിയ നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് എന്തെന്ന് പറയാം? ദി ഏരിയ എൻക്ലോസ്ഡ് ബൈ ദി ഗ്രാഫ് എ ബി എന്ന് പറയുന്ന ഗ്രാഫ് എൻക്ലോസ് ചെയ്യുന്ന ഈ ഏരിയ, ദി എക്സ് ആക്സിസ് ആൻഡ് ദി ടു ഓർഡിനേറ്റ്സ് എ ആൻഡ് ബി represent the work done by the force when the body is displaced from x1 to x2. x1 എന്ന് പറയുന്നതിൽ നിന്ന് പൊസിഷനിൽ നിന്ന് x2 എന്ന് പറയുന്ന പൊസിഷനിലോട്ട് ബോഡി മൂവ് ചെയ്യുമ്പോൾ എ ടു ബി വരെ അത് ഫോഴ്സ് അപ്ലൈ ചെയ്തെങ്കിൽ ഈ ഏരിയ ഓഫ് എക്സ് വൺ എ ബി എക്സ് ടു എന്ന് പറയുന്നതായിരിക്കും ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി. ഒരു ബോഡി ലിഫ്റ്റ് ചെയ്യുമ്പോഴുള്ള വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി. ബോഡി ലിഫ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യുന്ന വർക്ക് എന്താണ്? നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു അല്ലേ, അതിൻ്റെ വെയിറ്റ് എം ജി ആണ് ആ ബോഡിയുടെ എങ്കിൽ എം ജിക്ക് ഈക്വൽ ആയിട്ടുള്ളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ് അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് h ഹൈറ്റാണ് ലിഫ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. ദെൻ വർക്ക് ഡൺ W ഈക്വൽസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എസ്. ദെൻ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എം ജിക്ക് ഈക്വൽ ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്താലാണ് അത് മുകളിലോട്ട് അത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് ആണെന്നിരിക്കുക. ദെൻ വർക്ക് ഡൺ ഈസ് എം ജി എച്ച് എന്ന് പറയാം. ഒരു ബോഡിയെ
ലിഫ്റ്റ് ചെയ്യാനുള്ള വർക്ക് ഡൺ എന്ന് പറയുന്നത് mgh ആണെന്ന് നമുക്ക് പറയാം. മനസ്സിലായില്ലേ? കാരണം വർക്ക് ഡൺ ഇൻ ലിഫ്റ്റിംഗ് എ ബോഡി എന്ന് പറയുന്നു.